നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ നാരങ്ങ 3 ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്. പിന്നെ പൊടിയായിട്ടെന്ന് പറയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഉണ്ട്. പിന്നെ ഉപ്പും വിനാഗിരി 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് വേണം. ആദ്യമായിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാരങ്ങയുടെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ആവശ്യത്തിനിട്ടിട്ട് ഒരു അര മുതൽ 1 മണിക്കൂർ വരെ നമ്മളിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ പാത്രം ചൂടാക്കി അതിനകത്ത് എള്ളെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കടുകിട്ട് പൊട്ടുമ്പോൾ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വന്ന് ആ പച്ചമണം മാറുമ്പം നമുക്കതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഈ നാരങ്ങ ഈ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വഴറ്റണം. പിന്നെ ഇത് നന്നായിട്ട് വെന്തിട്ടാണ് നമ്മൾ പൊടിവർഗ്ഗങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇളക്കുന്ന കാര്യത്തിൽ മറക്കണ്ട. പിന്നെ നമുക്ക് ഉപ്പ് ഈ സമയത്ത് വേണം തോന്നിയാൽ നമുക്ക് ആ സമയം ആവശ്യമുള്ള ഉപ്പ് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഒക്കെ വേണ്ടി വരുമായിരിക്കണം. 10 മിനിറ്റ് വേണ്ടി വന്നു എനിക്ക് ഇത് ഇളക്കാനായിട്ട്. നമ്മൾ സ്റ്റൗവിൻ്റെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഇനി ഞാനിത് നന്നായിട്ട് ഇപ്പം വെന്തിട്ടുണ്ട്. ഇനി പൊടി വർഗ്ഗങ്ങളെല്ലാം ഇടുകയാണ്. പൊടിയെല്ലാം ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന അളവെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ അതെല്ലാം ഇട്ടു നന്നായിട്ട്. ഇനി ഇത് വഴറ്റിയെടുക്കണം. നല്ലോണം ഒന്ന് വഴണ്ട് വന്ന് കഴിയുമ്പം നമ്മൾ ഇതിന് ഇപ്പം ഗ്രേവി ഇല്ല. അപ്പം നമ്മൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തിൽ കുറച്ച് വെള്ളം ചേർക്കാം. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. തിളപ്പിച്ച വെള്ളം ചേർത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഗ്രേവിയുടെ നമുക്ക് തിക്നെസ് അനുസരിച്ച് ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ പറഞ്ഞിരുന്നു, അത് ഞാൻ ഇപ്പോൾ ചേർക്കുകയാണ്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ മണത്തിന് വേണ്ടിയിട്ട് കായപ്പൊടിയൊക്കെ ചേർക്കാം. പിന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യണം.